Hello friends, very good morning. Today we are going to handle, as you know, part B, previous year question paper analysis of public finance plus discussion of key concepts and terminologies and theories of public finance. Okay, നമുക്കറിയാം സിക്സ്ത് സെമസ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോർ കോഴ്സാണ് എന്ത് പബ്ലിക് ഫൈനാൻസ്. പ്രീവിയസ് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ. പബ്ലിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പാർട്ട് എ, ദാറ്റ് ഈസ് ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പബ്ലിക് ഫൈനാൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം പബ്ലിക് ഫൈനാൻസിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് ഫൈനാൻസ്, ഒറിജിൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, സ്കോപ്പ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഫൈനാൻസ്. ആ മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാ? കാരണം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാ? നിങ്ങൾക്ക് 5 മാർക്കോ അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പോ എസ്സേ ടൈപ്പോ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഈസ് the principle of maximum social advantage. That is the most important topic in the first module. അതുപോലെ തന്നെ public goods, private goods, club goods, merit goods, demerit goods. We know that similarities and dissimilarities between public finance and private finance. ഇങ്ങനെയുള്ള A to Z അനാലിസിസ് പാർട്ട് എയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് ബിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, തറോ ആയിട്ടുള്ള അനാലിസിസ് ആണ്. കാരണം ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും ഓരോ ചാപ്റ്ററിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വരും, ഏത് ടോപ്പിക്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഒത്തിരി വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മീൻസ് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം അതിനോട് അനുബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൺസെപ്റ്റ്സും പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വാച്ച് ചെയ്യേണ്ടത് മാക്രോ എക്കണോമിക്സിൻ്റെ നമ്മുടെ കോർ കോഴ്സ് മാക്രോ എക്കണോമിക്സ് സെക്കൻഡിൻ്റെ പാർട്ട് എ ചാപ്റ്റർ വൈസ് അനാലിസിസ് ചെയ്തു. ദെൻ പാർട്ട് ബി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ പല ടോപ്പിക്സും റിലേറ്റഡ് ആയിട്ട് വരുന്നത് യൂട്യൂബിൽ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വീഡിയോ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 5 മൊഡ്യൂൾസിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 3rd മൊഡ്യൂൾസാണ്, പബ്ലിക് റവന്യൂ ആൻഡ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് ആൻഡ് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തസിസ്. 4th മൊഡ്യൂളിൽ പബ്ലിക് ഡെറ്റ് ആൻഡ് ബഡ്ജറ്റ് ഇൻ ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. പബ്ലിക് ഡെറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് ഡെറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഡെറ്റ്, പ്ലസ് പ്രൊസീജിയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, ഇനാക്ട്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ്, എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ബന്ധപ്പെട്ട ടോപ്പിക്ക്. അതുപോലെ ബഡ്ജറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റവന്യൂ ഡെഫിസിറ്റ്, ദെൻ ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് സോ ഓൺ. 5th മൊഡ്യൂൾ വരുന്നതാണെന്ത് ഫെഡറൽ ആൻഡ് ലോക്കൽ ഫൈനാൻസ് ഇൻ ഇന്ത്യ. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5th മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇൻക്ലൂഡിങ് ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്തിട്ട് റിവിഷൻ നടത്തിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരും, നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞാൽ വരും കേട്ടോ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. 5th സെമസ്റ്ററിൽ കോർ കോഴ്സിൽ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെ എക്സാമിൻ്റെ ഒരു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുക ഈ ടോപ്പിക് എസ്സേ വരും. നമുക്കറിയാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ടു അഡ്രസ് BOP ഡിസെക്വിലിബ്രിയം. അതേ ക്വസ്റ്റ്യൻ എസ്സേയിൽ വന്നു. കാരണം ഞാൻ അത് വീഡിയോ വളരെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിരുന്നു. ഒത്തിരി കുട്ടികൾ വാച്ച് ചെയ്തിട്ടുണ്ട്, അവർക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പാരഗ്രാഫ് ടൈപ്പിലും വന്നിട്ടുണ്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത്, കാരണം ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സും അതിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഈ ഏരിയാസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
ആ പെർട്ടിക്കുലർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു ക്യാൻ അറ്റൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വെരി പ്രോപ്പർലി ആൻഡ് ഗെറ്റ് മാക്സിമം മാർക്സ്. ഓക്കെ ഫ്രണ്ട്സ്, വി ക്യാൻ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് ഫൈനാൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ വരുന്ന ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരണം. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഡിസ്കഷൻ ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഏരിയാസ് പറയും. അങ്ങനെ ആകുമ്പം നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ദെൻ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒറ്റൊന്നും ലീവ് ചെയ്യരുത്. ഫുൾ മാർക്ക് അതിൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി ഡെഫിസിറ്റ് ഈസ്, പ്ലീസ് നോട്ട് പ്രൈമറി ഡെഫിസിറ്റ്. ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. 4th മൊഡ്യൂൾ പബ്ലിക് ഡെറ്റ് ആൻഡ് ബജറ്റ് ഇൻ ഇന്ത്യ, വേരിയസ് ഡെഫിസിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ബജറ്റ്. അവിടെ റവന്യൂ ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്, ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ് ആൻഡ് ഓൾസോ ലേറ്റസ്റ്റ് വൺ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. Here option primary deficit is, option A fiscal deficit plus interest payment. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ നിന്ന് കാണുമ്പോൾ തന്നെ അവിടെ ആൻസർ ടിക്ക് ചെയ്യരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? പ്ലസ് ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ ഇൻകം ഓർ റവന്യൂ റെസിപ്റ്റ്. Then budget deficit, total expenditure minus total revenue. 4th മൊഡ്യൂളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ മനസ്സിൽ ഉറപ്പിച്ചോളൂ കേട്ടോ. റവന്യൂ ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ഇൻക്ലൂഡിങ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. 2 മാർക്ക് ഓർ പാരഗ്രാഫ് ടൈപ്പ് ഓർ എസ്സേ ടൈപ്പിൽ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇവിടെ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ സജസ്റ്റഡ് ദാറ്റ് ആൻ എക്സ്പെൻഡിച്ചർ ടാക്സ് ഇൻ ഇന്ത്യ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഇൻകം ടാക്സ്? ഓപ്ഷൻസിൽ മസ്ഗ്രേവ് ഉണ്ട്, ഗൾബ്രൈത്ത് ഉണ്ട്, ഡാൾട്ടൺ ഉണ്ട്, കാൾഡർ ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഡി കാൾഡർ, നിക്കോളാസ് കാൾഡർ. ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. നിക്കോളാസ് കാൾഡർ ആണ് ബ്രിട്ടനും അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ചെയ്ത ടാക്സ് ആണത് എക്സ്പെൻഡിച്ചർ ടാക്സ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യയിൽ അത് ക്യാൻസൽ ചെയ്തു, വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എക്സ്പെൻഡിച്ചർ ടാക്സ് ഓൺ എക്സ്പെൻഡിച്ചേഴ്സ് റേദർ ദാൻ ടാക്സ് ഓൺ ഇൻകം. ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ നിക്കോളാസ് കാൾഡർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത്? എക്സ്പെൻഡിച്ചർ ടാക്സ്. Right. Third question, which of the following is a fiscal measure? That is also very, very important. Fiscal policy. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഫിസ്ക്കൽ പോളിസി ദാറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാൻ ഈ ബജറ്റ് അതുപോലെ ഫിസ്ക്കൽ പോളിസി ഇതിനോട് ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ദാറ്റ് ഈസ് ഓൾസോ വെരി, വെരി യൂസ്ഫുൾ ഫോർ യു. പബ്ലിക് ഫൈനാൻസിൽ ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്, പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ട്രെൻഡ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നിങ്ങളതൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നേരിട്ട് മനസ്സിലാക്കുക. ഫിസ്ക്കൽ മെഷർ, ഫിസ്ക്കൽ പോളിസിയിൽ ഏതാ? CRR ഒരിക്കലല്ല, മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസി ദാറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് RBI. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് തിങ്. ദെൻ സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് മണി സപ്ലൈ എന്നൊക്കെ വരുന്നത് ഏതാ? മോണിറ്ററി പോളിസിയാണ്. ദെൻ റിവേഴ്സ് റിപ്പോ റിവേഴ്സ് റിപ്പോ റേറ്റ്, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഒക്കെ ഏതാണ്? മോണിറ്ററി പോളിസിയാണ്. ദെൻ ഹിയർ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡീസ്. കാരണം സബ്സിഡീസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ദാറ്റ് കം അണ്ടർ ഫിസ്ക്കൽ പോളിസി. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരും. പബ്ലിക് ഫൈനാൻസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ്, CRR, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് റേറ്റ്, SLR ഒക്കെ എന്താണ്? മോണിറ്ററി പോളിസി ടെക്നിക്സ് ആണ്. അത് RBIൻ്റെ പരിധിയിൽ വരിക. ഇസ്ന്റ് ഇറ്റ്?
ടാക്സേഷൻ, ബജറ്റ്, പബ്ലിക് ഡെറ്റ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെഫിസിറ്റ് ഫൈനാൻസിങ്, ഈ കാര്യങ്ങളൊക്കെ ഏതാണ്? ഫിസ്ക്കൽ പോളിസിയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഡൺ ബൈ ദി ഗവൺമെന്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ ഗുഡ് ഓർ എ സർവീസ് ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നോൺ റൈവൽറി ഇൻ കൺസംഷൻ ഈസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, ക്ലബ്ബ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സ്, ഡിമെറിറ്റ് ഗുഡ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയോളൂ. മെറിറ്റ് ഗുഡ്സ് ആൻഡ് ഡിമെറിറ്റ് ഗുഡ്സ് പ്രൊഫസർ മസ്ഗ്രൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഡെഫിനിഷൻ നോക്കുക, വെരി ഷോർട്ട് ആൻസറിന് സ്കോപ്പാണ്. നമ്മുടെ സിലബസിൽ കൺസെപ്റ്റ്സ് ഓൺലി എന്ന് പറയുന്നുണ്ട്, ബട്ട് പബ്ലിക് ഗുഡ്സിൻ്റെയും പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. 5 മാർക്ക് മീൻസ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ വി ക്യാൻ എക്സ്പെക്ട്. ഇവിടെ പബ്ലിക് ഗുഡ്സിൻ്റെ പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സാണ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി പ്ലസ് നോൺ റൈവൽറി ഇൻ കൺസംഷൻ. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു 10 മിനിറ്റ്സ് വേണം. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിക് ഫൈനാൻസിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക, നിങ്ങൾക്ക് ആ വീഡിയോ ഓർഡറിൽ കാണാം. ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ കാണാൻ പറ്റും. റൈറ്റ്. സോ ഹിയർ ഓപ്ഷൻസ് മെറിറ്റ് ഗുഡ്, പബ്ലിക് ഗുഡ്, പ്രൈവറ്റ് ഗുഡ്, ക്ലബ്ബ് ഗുഡ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും ഏതാണ് പബ്ലിക് ഗുഡ്, isn't it? സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻകം ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ആൻഡ് കളക്റ്റഡ് ബൈ. ഇൻകം ടാക്സ് ആണ് കേട്ടോ. ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓപ്ഷൻ ബി യൂണിയൻ ഗവൺമെന്റ്, ഓപ്ഷൻ സി ജോയിൻ്റ്ലി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ലോക്കൽ ഗവൺമെന്റ്. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് ചാപ്റ്റർ 5 ഫെഡറൽ ആൻഡ് ലോക്കൽ ഫൈനാൻസ് ഇൻ ഇന്ത്യ, ഫൈനാൻസ് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇവർ 2 പേർക്കും കൂടി ജൂറിസ്ഡിക്ഷൻ വരുന്ന കങ്കറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ സെൻട്രൽ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനമാണെന്ത്? ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇങ്ങനെ വരുന്ന ഏരിയ, isn't it? അപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് വരിക? സെൻട്രൽ ഗവൺമെൻറ്റിനാണ് വരിക. അതുപോലെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി യൂണിയൻ ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. റൈറ്റ്. അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, അതൊക്കെ വരുന്നത് ആർക്കാണ്? ലോക്കൽ ഗവൺമെൻറ് ആണ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റീസ്, isn't it? ആ ഏരിയ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക, isn't it? സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ്. GST സ്റ്റേറ്റിനുണ്ട്, സെൻട്രലിനും വരുന്നുണ്ട്, isn't it? ഭരണഘടന ഭേദഗതിയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. സെവൻത് ക്വസ്റ്റ്യൻ, ഫൈനാൻസ് കമ്മീഷൻ ഹാസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ടു. ഫൈനാൻസ് കമ്മീഷന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. ആസ് പെർ ആർട്ടിക്കിൾ 280 നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. 5 വർഷത്തിൽ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. നിലവിൽ 15ാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഉള്ളത്. അതിൻ്റെ ചെയർമാനാണ് NK സിംഗ്. ഓക്കെ, 14ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു YV റെഡ്ഡി. സെൻട്രൽ മൊത്തം ടാക്സ് ഡെവല്യൂഷൻ്റെ 42% സ്റ്റേറ്റ്സിന് വിഹിതം കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തതാണെന്ത്? 14th ഫൈനാൻസ് കമ്മീഷൻ, isn't it? That topic is very very important. ഇതേ സംഭവം ലോക്കൽ ഫൈനാൻസിൽ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുണ്ട്. സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷന് ഞാൻ എക്സാമ്പിൾ പറയാം. കേരള സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ആരാ അപ്പോയിൻ്റ് ചെയ്യുക? പ്രസിഡൻ്റ് അല്ല. സ്റ്റേറ്റിലെ ചീഫ് ആരാണ്? മീൻസ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്, isn't it? എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. സെൻട്രൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ബട്ട് ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ ഗവർണറാണ്. ഗവർണർ അപ്പോയിൻ്റ് ചെയ്യും ആരെ? സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനെ. റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യും? ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യും. ഫൈനാൻസ് കമ്മീഷൻ മാത്രമായിട്ട് വരികയാണെങ്കിൽ അതെന്താണ്? യൂണിയൻ ഫൈനാൻസ് കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പ്രസിഡന്റ്. ഓക്കെ. 8th ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ജനറലി. ഓപ്ഷൻ ബി, റിഗ്രസീവ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബേസ്ഡ് ഓൺ ടാക്സ് റേറ്റ് ആൻഡ് ടാക്സ് ബേസ്, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ, പ്രോഗ്രസീവ് ടാക്സേഷൻ, ദെൻ റിഗ്രസീവ് ടാക്സേഷൻ ആൻഡ് ഡിഗ്രസീവ് ടാക്സേഷൻ. അതിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത, അത് പണക്കാരനാണെങ്കിലും ശരി പാവപ്പെട്ടവനാണെങ്കിലും ശരി
ആ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരേ ടാക്സ് കൊടുക്കണം. അത് റിഗ്രസീവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എബിലിറ്റി ടു പേ പ്രിൻസിപ്പൾ. ഇപ്പം ഒരു മുകേഷ് അംബാനി ബെൻസ് കാറിന് പെട്രോൾ അടിക്കുകയാണെങ്കിലും പെട്രോളിൻ്റെ ടാക്സ് സെയിം ആയിരിക്കും. ഒരു കർഷകന് അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിളിന് വേണ്ടി പെട്രോളിൽ അടിക്കുകയാണെങ്കിലും സെയിം എമൗണ്ട് ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് റിഗ്രസീവ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കുറയുക ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ഡയറക്റ്റ് ടാക്സസ് ആണെങ്കിൽ അതെന്താണ്? പ്രോഗ്രസീവ് ടാക്സാക്ഷനാണ്. റൈറ്റ്. നൗ 9th one, principle of income tax is based on, right option D, ability to pay principal. നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. 10th question, which of the following is not a recognized GST rate? GST എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് GST നിലവിൽ വന്നത് 1st July 2017. ഏത് ഭരണഘടന ഭേദഗതി ആക്റ്റാണ്? 101. ഓക്കെ. ഏത് ഭരണഘടന ബില്ലാണ്? 122. എന്നാൽ നമുക്കറിയാം സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, IGST ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട്. അതുപോലെ GSTക്ക് 4 നിരക്കാണ്. ഏതൊക്കെയാണ്? 5%, 12%, 18%, 28%. Isn't it? GST നിരക്ക് എക്സ്ക്ലൂഡ് ചെയ്ത സാധനമാണിത് 0%, നെഗറ്റീവ് ലിസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം, നോട്ട് എന്നാണ്. GST റേറ്റ് അല്ലാത്തത് 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്, പിന്നെ 5%. ഇവിടെ ഓപ്ഷൻ എ 8%. 8% എന്ന് പറയുന്ന റേറ്റ് ഇപ്പോൾ ഇല്ല. ഇനി GST കൗൺസിലൊക്കെ കൂടിയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഉണ്ടാവും. GST കൗൺസിലിലെ ഹെഡ് ആരാണ്? യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. അണ്ടർലൈൻ ചെയ്തോ, യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. ന്യൂഡൽഹി ബേസ്ഡ് ആണ് നമ്മുടെ GST കൗൺസിൽ. 11th question, if a tax on all incomes is levied at the same rate, it is called proportional tax. ഇപ്പോൾ എനിക്ക് 1000 രൂപ ആണെങ്കിൽ ടാക്സ് റേറ്റ് 10%. നിങ്ങൾക്ക് 5000 രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റേറ്റ് 10%. ഒരേ ടാക്സ് റേറ്റ്. അതിന് വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസറിലും എക്സ്പെക്ട് ചെയ്യാം. Then 12th question, find the odd one. Isn't it? Option A, income tax. Option B, security transaction tax. Option D, corporate income tax. Option D, profession tax. ഈ 4 ടാക്സും ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ABC അഥവാ ഇൻകം ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് യൂണിയൻ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്ത് കളക്ട് ചെയ്യുന്നതാണ്. പ്രൊഫഷൻ ടാക്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ ഗവൺമെൻറ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഓഡായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? പ്രൊഫഷൻ ടാക്സ്. ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക മേജർ ടാക്സസ് ഇൻ ഇന്ത്യ: ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, then union excise duty, GST, VAT, value added tax, expenditure tax, gift tax, value added tax, ad valorem tax, specific tax, single tax, multiple tax. ഈ കൺസെപ്റ്റ്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി സിമ്പിൾ. സി 13th question, വാട്ട് ആർ ദ കാനൻസ് ഓഫ് ടാക്സേഷൻ? ആഡം സ്മിത്തിന് ഓർമ്മ വരണം. 4 കാനൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പാരഗ്രാഫ് ടൈപ്പിലും വരാം. ഒന്ന് എക്സ്പ്ലനേഷൻ കൂട്ടുക. കാനൻസ് ഓഫ് ടാക്സാക്ഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സാക്ഷൻ. ആഡം സ്മിത്ത് ഏതൊക്കെ പറഞ്ഞത്? കാനൻ ഓഫ് ഈക്വിറ്റി, കാനൻ ഓഫ് കൺവീനിയൻസ്, കാനൻ ഓഫ് സെർട്ടൈനിറ്റി ആൻഡ് കാനൻ ഓഫ് എക്കോണമി. അഡീഷണൽ ആയിട്ടുള്ള കാനൻസ് മറ്റ് എക്കണോമിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാനൻസ് ഓഫ് ടാക്സാക്ഷൻ ഇവിടെ ഈ 4 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ പാരലായിട്ട് canons of expenditure that discussed by Findley Shiraz. Canons of expenditure രണ്ടും മാറിപ്പോകരുത്. അതിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാമെന്ത്? പെയറായിട്ട് പഠിക്കുക, ജോഡികളായിട്ട് പഠിക്കുക. നാം മറന്നുപോലെ മനസ്സിലുണ്ടാവും ചെയ്യും. കാനൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം കാനൻ ഓഫ് ബെനിഫിറ്റ്, കാനൻ ഓഫ് എക്കോണമി, കാനൻ ഓഫ് സാങ്ഷൻ, കാനൻ ഓഫ് സർപ്ലസ്. ഡെവലപ്പ് ചെയ്തത് ആരാ? ഫിൻഡിലെ ഷിറാസ്. 14th question, what is balanced budget? Balanced budget, total expenditure is equal to total revenue. Surplus budget, total expenditure is less than total revenue, മിച്ച budget. Then deficit budget, total expenditure is greater than total revenue. ആ 3 ടൈപ്സ് മനസ്സിൽ ഓർത്തിരിക്കുക. Now, next question, what do you mean by fiscal policy? That is the policy of the government. Taxation, expenditure, debt, budget and so on. The priority of fiscal policy is to attain economic growth. Priority of monetary policy is to ensure price stability, isn't it?
16th question, what is fiscal federalism? Central state relationship. 5th module. വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഫൈനാൻസ് കമ്മീഷൻ്റെ റോള്, അവരുടെ ഫങ്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പ്രത്യേകം പറയുന്നത് സെൻട്രൽ വളരെ സ്ട്രോങ് ആണ്, സ്റ്റേറ്റ്സ് സെൻട്രലിനെ ഡിപ്പെൻഡ് ചെയ്യാണ്, അവർക്ക് ഫൈനാൻഷ്യൽ ഓട്ടോണമി ഇല്ല, അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫെഡറലിസം കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്കറിയാം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റാണ് പ്രസൻറ്റ് ഗവൺമെൻറ് ലെഡ് ബൈ നരേന്ദ്രമോദി. കോപ്പറേറ്റീവ് ഫെഡറലിസം. 17th question, റൈറ്റ് എ നോട്ട് ലൈസൻസ് ഫെയർ എക്കോണമി. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ. ദാറ്റ് ഈസ് മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫയേഴ്സ്. ലെറ്റ് ദം എലോൺ. പ്രൈവറ്റ് സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പോളിസി ലൈസൻസ് ഫെയർ പോളിസി. പ്രസൻറ്റ് ഗവൺമെൻറ് എന്നാണ് വെൽഫെയർ ഓറിയൻറ്റഡ് ഗവൺമെൻറ് ആണ്. വി നോ ദാറ്റ്. 18th question, what do you mean by black money? That topic is also very very important. Black money 4th module വരുന്നതാണ്. ബ്ലാക്ക് മണി ഒക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ. നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ലല്ലോ ഡിമോണിറ്റൈസേഷൻ. അപ്പോൾ ബ്ലാക്ക് മണി ആണ് അൺഅക്കൗണ്ടഡ് മണി, ദാറ്റ് ഈസ് കൺസീൽഡ് മണിയാണ്, നികുതി വെട്ടിപ്പ് നടത്തുന്ന പണമാണ് ബ്ലാക്ക് മണി, isn't it? ദെൻ ഫേക്ക് കറൻസി എന്ന് പറഞ്ഞാൽ കള്ള നോട്ടാണ്, ഫേക്ക്, isn't it? അപ്പോൾ ഫേക്ക് കറൻസി, ബ്ലാക്ക് മണി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കാം. 19th question, write a note on local finance. 73rd and 74th Constitutional Amendment Act, see local self government in village level and cities or towns. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ്റെ റോളൊക്കെ ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ആ ലൈവ് വീഡിയോ ഒക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. നോൺ ടാക്സ് റവന്യൂ 3 പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് പറയുന്നത്. റവന്യൂസ് ഫ്രം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, then income from public sector undertakings, then gift, grant and aid, etc. First question, what is vertical imbalance? Vertical balance or imbalance, that is relationship between center and states. Vertical. Horizontal, that is the financial position or grants and aid among states. Horizontal, isn't it? അതുപോലെ ടാക്സേഷനിൽ വരുന്ന vertical equity, horizontal equity എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. Then 22nd question, what is goods and service tax? It is major indirect tax reforms. It is alternatively known as mother of all indirect tax reforms in India. GST ക്ക് നരേന്ദ്രമോദി എക്സ്പ്ലെയിൻ ചെയ്തത് ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്നാണ്. സി, വൺ കൺട്രി, വൺ മാർക്കറ്റ്, വൺ ടാക്സ്. ഒരു രാജ്യം, ഒരു വിപണി, ഒരു നികുതി. അപ്പോൾ അതിൻ്റെ കോമ്പണൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വെരി ഷോർട്ട് ആൻസർ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങൾക്ക് ചിലപ്പം അത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്ലസ് മേജർ ടാക്സസ് ഇൻ ഇന്ത്യ എസ് എ ടൈപ്പിൽ വന്നാൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. 23rd ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്? ചാപ്റ്റർ വൈസ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. 24th question, what are the types of public debt? Internal debt, external debt, productive debt, unproductive debt, redeemable debt, irredeemable debt, marketable and non-marketable debt, short-term debt and long-term debt, funded debt, unfunded debt, etc. etc. Classification of public debt. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Now we can discuss paragraph type question or short essay question. ഒരു 1.5 പേജ്, ഒരു പേജൊക്കെ നിങ്ങൾ എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ 5 മൊഡ്യൂൾസിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, isn't it? See, 25th question, analyze the causes and consequences of black money. വെരി ഷോർട്ട് ആൻസറിലും വന്നു, 5 മാർക്കിലും വന്നു. കോൺസിക്വൻസസ് ഓഫ് ബ്ലാക്ക് മണി, ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയിലെ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ, ഒരു ചാലഞ്ചാണ് എന്ത്? ബ്ലാക്ക് മണി, അൺഅക്കൗണ്ടഡ് മണി, പാരലൽ എക്കോണമി. അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒത്തിരി പോളിസീസ് എടുത്ത്, ഇൻക്ലൂഡിങ് ഡിമോണിറ്റൈസേഷൻ, നമ്മുടെ വെൽഫെയർ ആക്ടിവിറ്റീസിന്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻകം കുറയുന്നതിന് കാരണം. ഗവൺമെൻറ്റിന് വരുമാനം കുറയാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയും, വെൽഫെയർ ആക്ടിവിറ്റീസ് കുറയും. ദർ ആർ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് അവർ എക്കോണമി, സൊസൈറ്റി ആൻഡ് പുവർ പീപ്പിൾ ആൻഡ് ഓൾസോ ഗവൺമെൻറ്, isn't it? 26th question, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പബ്ലിക് ഫൈനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫൈനാൻസ്. മനോഹരമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാം. സിമിലാരിറ്റീസ് ആൻഡ് ഡിസ്സിമിലാരിറ്റീസ് ബിറ്റ്വീൻ public finance and private finance. 27th question, what are the problems of growing fiscal deficit in India? See, that is also very important topic. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് യൂണിയൻ ബജറ്റ് ഉണ്ടല്ലോ, 2021-22 എന്ന് പറയുന്ന യൂണിയൻ ബജറ്റ് ഒന്ന് റെഫർ ചെയ്യുക. കുറച്ച് ഡാറ്റാസൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. നമുക്ക് ഈ
എസ്സേയിൽ മീൻസ് നമ്മുടെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എസ്സേയിലൊക്കെ ഉൾപ്പെടുത്താൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക, യൂണിയൻ ബജറ്റിൽ നിന്നോ സ്റ്റേറ്റ് ബജറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുക. 28th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ. എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ, തിയറീസ് ഓഫ് ടാക്സേഷനിൽ നമുക്കറിയാം കോസ്റ്റ് ഓഫ് സർവീസ് തിയറീസ് ഉണ്ട്, ബെനിഫിറ്റ് റിസീവ്ഡ് തിയറീസ് ഉണ്ട്. ദെൻ അനദർ പ്രിൻസിപ്പിൾ ഈസ് എബിലിറ്റി ടു പേ തിയറി ഓർ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ. അവിടെ നിങ്ങൾ ഫോക്കസ്, ഇവിടെ ചോദ്യം എബിലിറ്റി ടു പേ തിയറിയാണ്. ഒബ്ജക്റ്റീവ് അപ്രോച്ചും പറയണം, സബ്ജക്റ്റീവ് അപ്രോച്ച്, JS മില്ലിൻ്റെ കൺസെപ്റ്റ്, ഇക്കോളജിക്കൽ റെസ്പോൺസ് ഓഫ് ദ ടാക്സ് പേയേഴ്സ്. അവിടെ സാക്രിഫൈസിൽ ഈക്വാളിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ദറ്റ് ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. 3 കൺസെപ്റ്റ്സ് ഉണ്ട് അതിൽ. ഈക്വൽ ആബ്സല്യൂട്ട് സാക്രിഫൈസ്, ഈക്വൽ പ്രൊപ്പോർഷണൽ സാക്രിഫൈസ് ആൻഡ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ്. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈക്വൽ മാർജിനൽ സാക്രിഫൈസ് ആണ്. ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. പ്ലസ് ഒബ്ജക്റ്റീവ് അപ്രോച്ച്, ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ. ഈ ഒരു തിയറീസ് കോസ്റ്റ് ഓഫ് സർവീസ് തിയറി, ബെനിഫിറ്റ് റിസീവ്ഡ് തിയറി, എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ തിയറി മൊത്തമായിട്ട് നമുക്ക് എന്താണ് ഒരു എസ്സേയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. 29th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് ആൻഡ് പീകോക്ക്-വൈസ്മാൻ ഹൈപ്പോത്തസിസ്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ വൈസ് അനാലിസിസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 30th ചോദ്യം, വാട്ട് ആർ ദ എക്കണോമിക് ഇഫക്ട്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഇമ്പാക്ട്, ഇഫക്ട്സ് ഓൺ പ്രൊഡക്ഷൻ, ഇഫക്ട്സ് ഓൺ കൺസംഷൻ, effects of public expenditure on ability to save, invest and work, willingness to save, invest and work, then expenditure and its effects on economic growth, consumption and so on. ഇതേ ടോപ്പിക്ക് നിങ്ങൾ പാരലൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ, കൺസംഷൻ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, വില്ലിംഗ്നെസ് ആൻഡ് ഓൾസോ ആസ് എ പാർട്ട് ഓഫ് ഫിസ്ക്കൽ പോളിസി, എക്കണോമിക് ഗ്രോത്ത്. ഇസ്ന്റ് ഇറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത് ഫോക്കസ് ചെയ്യുക. 31th ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെഷേഴ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. നമ്മൾ ഒത്തിരി പറഞ്ഞു. ഫിസ്ക്കൽ പോളിസി ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി, ദെൻ ടൂൾസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ മെഷേഴ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ടാക്സേഷൻ, ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ടാക്സ് കൂട്ടുക, ക്രൈസിസ് ആൻഡ് ടാക്സ് കുറക്കുക. അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ദെൻ പബ്ലിക് ഡെറ്റ് എക്സെട്ര, ഡെഫിസിറ്റ് ഫൈനാൻസിങ്, അതിൻ്റെ ലിമിറ്റേഷൻസും അനലൈസ് ചെയ്യുക. ഇപ്പം ക്രിട്ടിക്കലി എക്സാമിൻ the instruments and operations of fiscal policy in India, then we need to add a criticism, then we will get full mark. Okay, mark it. 32nd question, what are the principles of public expenditure, canons of public expenditure and so on. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം. ഫിൻഡല ഷിറാസിൻ്റെ കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്. See final section, long essay part. We can see 4 questions. You need to write down only 2 questions. Okay, let me explain one by one. 33th ചോദ്യം, briefly explain the major trends in public expenditure in India. See essay type question, module 2nd. What are the major reasons for the growth of public expenditure in India? Importance of public expenditure in India. അതേ ടോപ്പിക്കിന് importance of public debt, isn't it? അപ്പോൾ ഇന്ത്യയിലെ ആ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ്സ് യൂണിയൻ ബജറ്റൊക്കെ കളക്ട് ചെയ്തോളൂ കേട്ടോ. ബജറ്റിൽ എത്ര ടോട്ടൽ എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ ബജറ്റിൽ എത്ര ആയിരുന്നു, എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, റിയൽ എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരുന്നു, അതിൽ ഏറ്റവും കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ഈ ഏരിയ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എസ്സേ ടൈപ്പാണ്. ഒരു 15 പോയിൻറ്റ്സ് എഴുതി നല്ല കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് നിങ്ങൾ കൂടുതൽ കളക്ട് ചെയ്യണം, റിവിഷൻ നടത്തണം, എഴുതി പഠിക്കണം. 34th ചോദ്യം, സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഡെറ്റ് ഇൻ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഐഡൻറ്റിഫൈ ദ റീസൺസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പബ്ലിക് ഡെറ്റ് ഇൻ ഇന്ത്യ. വാട്ട് എ ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. പബ്ലിക് ഡെറ്റ്, വൈ പബ്ലിക് ഡെറ്റ്? Because our expenditure is higher than our revenue. We need to take a loan. See, modern government now, welfare oriented government. ജനങ്ങൾക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പം കിറ്റ് കൊടുക്കുന്നത്, ദെൻ വാക്സിനേഷൻ, എത്ര ഏരിയാസിൽ, എഡ്യൂക്കേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, പെൻഷൻ,
isn't it? Scholarship, defense, huge public expenditure. അതിന് അനുസൃതമായിട്ടുള്ള പബ്ലിക് റവന്യൂ മൊബിലൈസേഷൻ ഇല്ല. സോ വി നീഡ് ടു ടേക്ക് ലോൺ. അത് രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ഇൻറ്റേർണൽ ഡെറ്റ്, പുറത്തുനിന്ന് എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ഡെറ്റ്. സോ പബ്ലിക് ഡെറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് modern government. We have no other option. More than that, public debt is also one of the important tools or instrument or measures of fiscal policy. That is also very important. നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നു, ഗവൺമെൻറ് ടേക്കിംഗ് ലോൺസ്. അപ്പോൾ അതിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ്സ്, അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ്, ഗ്രോത്ത് ഓഫ് പബ്ലിക് ഡെറ്റ് ഇൻ ഇന്ത്യ. വെൽഫെയർ ഗവൺമെൻറ്റാണ്, ഡെമോക്രസി ഫോളോ ചെയ്യുന്നതാണ്. ഇലക്ഷൻ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ. There are lots of things we needed to identify and explain in a proper way, then you will get maximum mark. Simple question. 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആണ് ചോദ്യം. 35ാമത്തെ question. Explain the major taxes of the government of India. Explain the impact, incidence and shifting of tax burden. Impact, initial burden of taxation. Incidence, final burden of taxation. Shifting of taxation, partial shifting, full shifting, backward shifting, theories of shifting of tax incidence. കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. സി മേജർ ടാക്സസ് ഇൻ ഇന്ത്യ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സംഭവം, ഇൻക്ലൂഡിങ് GST, VAT, വാല്യൂ ആഡഡ് ടാക്സ്, എക്സ്പെൻഡിച്ചർ ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സെട്ര എക്സെട്ര. വളരെ ഉഷാറായിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. വളരെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു നോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ സ്ട്രെങ്തനിങ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ. ഫിസ്ക്കൽ ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്, ഫൈനാൻസ് കമ്മീഷൻ, നമുക്ക് സ്റ്റേറ്റ്സും സെൻറ്ററും ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ്, കോർഡിനേഷൻ. Then only we can ensure, you know, maximum social advantage, welfare of the people. We can minimize the wastage of expenditures, isn't it? അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ രീതിയിലേക്ക് എങ്ങനെ വരാം, അതിൽ ഫൈനാൻസ് കമ്മീഷൻ്റെ റോള്, നമ്മുടെ ഭരണഘടനയിലുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട റോള്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്ന, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ സ്ട്രെങ്തനിങ് ഫിസ്ക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്രയും ഏരിയാസാണ് നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ വരുന്നത്. ഒരുപാട് മേഖല നമ്മൾ ഡീൽ ചെയ്തു, ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിലാണ്. വളരെ നല്ല രീതിയിൽ ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. സ്മാർട്ട് വർക്ക് മറക്കരുതാട്ട് കേട്ടോ. ഒരുപാട് പഠിക്കുന്നതോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം എക്സാമിന് എങ്ങനെ കൂടുതൽ മാർക്ക് കിട്ടുക, നല്ല ധൈര്യം വേണം. നമ്മളിങ്ങനെ വായിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ടെൻഷനൊക്കെ വരും കേട്ടോ. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവുക, അതേ ചോദ്യം വരുമോ, ടഫ് ആവുമോ, ക്വസ്റ്റിന് ഔട്ട് ഓഫ് സിലബസ് വരുമോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്തൊക്കെ വന്ന സംഭവം. ഡോണ്ട് വറി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എക്സാമിന് നല്ല ഉഷാറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും എക്സാമിലൊന്നും എഴുതാൻ കഴിയില്ല, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി എന്നൊക്കെ തോന്നും. പക്ഷേ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലെത്തി അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾ നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആൻസേഴ്സ് നമുക്ക് എഴുതാൻ കഴിയും. ഇസ്ന്റ് ഇറ്റ്? വളരെ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക, എഴുതി പഠിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിൻറ്റ്സ് നല്ലോണം എഴുതി പഠിക്കുക. അതുപോലെ എക്സാമിന് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിൻറ്റ്സിനൊക്കെ അണ്ടർലൈൻ ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. വാരി വലിച്ച് എഴുതരുത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മാത്തമാറ്റിക്കൽ എക്കണോമിക്സും ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സും നമ്മൾ അനാലിസിസ് നടത്തും ഇൻ ദി കമ്മിങ് ഡേയ്സ്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.